അങ്ങനെ നമ്മുടെ സഞ്ജു ടെക്കി അകത്തായെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അകത്താകൽ. ഒരു സൈക്കിൾ പോലും വാങ്ങാൻ നിവൃത്തിയില്ലാതിരുന്നൊരു പയ്യൻ യൂട്യൂബ് ചാനൽ തുടങ്ങി കേരളത്തിലെ മൊത്തം ചെറുപ്പക്കാരുടെ നല്ലൊരു ശതമാനത്തെയും സ്വന്തം ഗൈസാക്കി മാറ്റി 16 ലക്ഷം വരിക്കാരുമായി കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കി മുന്തിയ ഇനം ആഡംബര കാറുകളും കൊട്ടാരത്തുല്യമായ വീടുമൊക്കെ വച്ച് ആറാടി നിൽക്കുമ്പോഴാണ് പച്ച മലയാളത്തിലെ കുത്തിക്കഴപ്പ് തുടങ്ങുന്നത്. 16 ലക്ഷം വിലയുള്ളൊരു ടാറ്റ സഫാരിയും എടുത്ത് ഒരു ടാർപ്പ വാങ്ങി അതിനുള്ളിൽ കെട്ടിയും മടക്കിയും വെച്ച് കൂട്ടത്തിൽ നല്ല ലക്ഷണമൊത്ത വകതിരിവും വിവരവുമുള്ള 3 കൂട്ടുകാരെ കൂടി വിളിച്ചു കയറ്റി മാതാപിതാക്കളുടെയും മുലകുടി മാറാത്ത കുഞ്ഞു മോൻ്റെയും ആശീർവാദവും വാങ്ങി ഓസിട്ട് കാറിനകത്ത് കുളമുണ്ടാക്കി വെള്ളം നിറച്ച് നടു റോട്ടിൽ പട്ടിഷോ നടത്തിയത്. ആലപ്പുഴയിലെ നടു റോട്ടിൽ എൻട്രൻസ് പരീക്ഷ എഴുതി പുറത്തിറങ്ങിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കിടയിലൂടെ ഗൈസ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ അക്ഷരാർത്ഥത്തിൽ ആറാടി അതിൻ്റെ വീഡിയോ സഞ്ജുവിൻ്റെ തന്നെ വാക്കുകളിൽ മരവാഴകളായ 17 ലക്ഷത്തോളം പ്രേക്ഷകരിലെത്തിച്ച് നിർവൃതി അടഞ്ഞത് മാത്രമേ ടെക്കിക്ക് ഓർമ്മയുള്ളൂ. എയർ ബാഗിന്റെ സാധനം ഉണ്ടല്ലോ, അവളുടെ പുറകെ ഒരു കാട്ടുവഴി കിടപ്പുണ്ട്. അത് നിനക്കൊക്കെ അറിയായിരിക്കും. യൂട്യൂബില് വീഡിയോസ് ഒക്കെ ഇട്ട് നടക്കണയാണ്. ഏത് പെണ്ണെ കണ്ടാലും പുറകെ ഓടിപ്പോയി എന്റെ അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞു എടാ വൻ കാട്ടുവഴി. പോലീസ് എന്ത് വണ്ടി എടുക്കാൻ പറ്റുമോ? വണ്ടി എടുക്കാൻ പറ്റില്ല, വണ്ടിയൊക്കെ എടുക്കാൻ പറ്റും. അത് കേറിയാ ചാടി പറഞ്ഞിട്ട് നോക്കൂ. ചെറുക്കൻ പറഞ്ഞില്ലേ സൈഡിൽ കാണുന്ന റെഡ് ബട്ടൺ ഉണ്ടല്ലോ, നിങ്ങൾ അടിച്ച് പൊട്ടിക്കുക കമത്തുക ഞെക്കുക എന്തെങ്കിലും ചെയ്തിരിക്കണം കേട്ടല്ലോ. എന്നാണ് സുഖല്ലേ? ചൂട് കാരണം പാപ്പട ഇറങ്ങി ഇതിന്റെ അടിയിലൊക്കെ കയറി കിടന്നാ ഉറങ്ങണത്. ഭയങ്കര ചൂടാണ്, ജ്യൂസ് തായോ. അങ്ങനെ മമ്മിക്കുൾ ജ്യൂസ് ഉണ്ടാക്കി വേണോ? ജ്യൂസ് ഇത്തിരി കുടിച്ചു നോക്ക് എടാ. അപ്പൊ നമ്മുടെ പൂളിന്റെ വണ്ടിക്കകത്തുള്ള പൂളിന്റെ പരിപാടി ഓൾമോസ്റ്റ് ഇട്ടായിരിക്കുവാണ്. ഇനി പുറത്ത് വന്നിട്ട് വേണം നമ്മൾ ഇതിന്റെ അകത്ത് വാട്ടർ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ. കാരണം ഇവിടെ നല്ലൊരു ഇറക്കമുണ്ട്, വെള്ളം മൊത്തം അടിച്ച് ഫ്രണ്ടിലോട്ട് വരും. അതുകൊണ്ട് വണ്ടി ഇറക്കിയിട്ട് വേണം നമുക്ക് നടക്കാൻ. ഫ്രണ്ടിലൊക്കെ ചോറിന് ഗൈസ്. എവിടെ ചോരുന്നത്? ഇവിടെ 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 എന്നെ ഇവിടെ നിറയ്ക്ക. എങ്ങോട്ടാണ് വെള്ളം പോണത്? വെള്ളം ഇങ്ങോട്ടാണ് പോകുന്നത്. എടാ ഇവിടെയാണോ? എടാ അപ്പിലെ ഇവിടെയാണോ? എന്തായാലും പോയി മൊത്തം എടുക്കെടുക്ക് ഗൈസ്. വെള്ളം എല്ലാം പോയി, എന്റെ പൂള് പോയി. എന്താ ഒന്ന് വെള്ളം നിറച്ച ഗൈസ്. നമ്മള് കഷ്ടപ്പെട്ട് നിറച്ച പൂളായിരുന്നു. നമ്മള് ഇങ്ങനെ ഒരു ബ്ലോക്കിൽ വന്നപ്പോ ബ്രേക്ക് പിടിച്ചപ്പോ അത് ഈ സൈഡിൽ നിന്ന് അതിന്റെ പ്രഷർ കാരണം അതങ്ങോട്ട് പൊട്ടിപ്പോയി. ഞങ്ങളൊരു പൂളുണ്ടാക്കിയതാ ഗൈസ്. എടുത്തു എന്റെ ആളിയ ഇനി ഫ്രണ്ടിൽ നിന്ന് അടിച്ചു വരുവാ. ഹായ് ഗൈസ്, ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടാ.
വീഡിയോ വേറെ ലെവലിലോട്ട് പോയിട്ടുണ്ട്. സീരിയസ് ആയി വീഡിയോ. വണ്ടിയുടെ സൈഡിൽ എയർ ബാഗ് ചെറുതായിട്ടൊന്ന് വന്ന് പിന്നെ ആൾക്കാർ മൊത്തം ഓടിക്കൂട്ടിട്ടുണ്ടല്ലേ. അതെ, ആക്ച്വലി അങ്ങനെ ആയതുകൊണ്ടല്ല, എന്റെ എല്ലാരും ഒന്നില്ലേട്ടാ. ഞങ്ങളൊരു വീഡിയോക്ക് വേണ്ടി ചെയ്യാം, ഒരു പൂളുണ്ടാക്കിയത്. ആൾക്കാർക്ക് നോക്കിട്ട് എന്തോ ഈ വെള്ളം വരണമെന്ന് എന്റെ ആളെ ആൾക്കാരെ നോക്കിയ ഒരു വീഡിയോക്ക് വേണ്ടി. ഹായ് ബ്രോ, അകത്താണെന്ന് നോക്കിയേ കൂട്ടുകാരിയിരിക്കുന്നു. ഒന്നുമില്ല നിയമ ഞാൻ സ്കൂള് വിട്ടാണ് കേട്ടോ, അല്ലാണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ പ്രശ്നം കാരണം ആൾക്കാർ കൂടിയതല്ല. അതന്നെ എൻട്രൻസ് ആണെന്ന് തോന്നുന്നു. പിന്നീടാണ് ട്വിസ്റ്റ്. ആരാധകരുടെ ഭാഷ പറഞ്ഞാൽ അസൂയാലുക്കളായ ചില വായി നോക്കികളും മാധ്യമ ലോകത്തെ ചില ഊളകളും ഈ വീഡിയോ അസൂയ മൂത്ത് MVDക്ക് അയച്ചു കൊടുക്കുന്നു. MVDക്ക് പുറമെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കൂടി ശ്രദ്ധയിൽപ്പെട്ടതോടെ കളിയാകെ മാറി. ടെക്കി സഞ്ജു അടപടലം വിറച്ചു. യൂട്യൂബർക്ക് റീച്ച് കൂടുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ നിയമലംഘനം നടത്തിയിട്ട് ആർക്കും എന്ത് ഗോഷ്ടിയും കാണിക്കാം എന്ന് കരുതണം. ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാട്. ഈ ഇത്തരം പരിപാടികളുമായിട്ട് റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും. ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. നിയമം അനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ. എന്ത് ഗോഷ്ടിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു അന്തസ്സിന് ചേർന്നാൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്ന ഇതിന് മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും. വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേലത്തരമുണ്ടെങ്കിൽ, പക്ഷെ പ്രായപൂർത്തിയായിട്ടും പണത്തിൻ്റെ കുഴപ്പമുണ്ട് അഹങ്കാരം കാണിച്ചാൽ അകത്ത് കിടക്കും എന്നേ പറയാൻ. എന്റെ പൈസയില്ല, എനിക്ക് ഇഷ്ടമുള്ള അവനവൻ്റെ പൈസയൊക്കെ ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് റീച്ച് ഉണ്ടാവില്ല, നല്ല റീച്ച് ആയിരിക്കും. ഈ റീച്ച് ആയിരിക്കും. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചില സ്ഥലത്ത് ആല് കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും. ആണല്ലേ മെഡിക്കൽ കോളേജിനെ കക്കൂസ് കഴിക്കണം. പോലീസായി കേസായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് ഗൈസിന്റെ കാറിനകത്ത് ഒടുക്കത്തെ കുളം കോളമാക്കി. ഒടുവിൽ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വലിയ മൊമെന്റോ, അതായത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത സ്മരണികയായി ടെക്കി ഗൈയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദ് ചെയ്തു. എന്നുവെച്ചാൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും സൈക്കിൾ അല്ലാതെ മറ്റൊരു വണ്ടിയും സഞ്ജു മോന് ഓടിക്കാനാകില്ലത്രേ. ശ്രീ സജു TS എന്ന സഞ്ജു ടെക്കി എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്ലോഗർ വാഹനത്തിനകത്ത്, കാറിനകത്ത് താൽക്കാലിക സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അത് പൊതുനിരത്തിലൂടെ ഓടിച്ചതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിനെതിരെ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുമോട്ടോ ഇത് സംബന്ധിച്ച കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് കർശനമായ നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള ബ്ലോഗർമാർക്കെതിരെ വണ്ടിയിൽ ഓൾട്രേഷൻ നടത്തുക, അപകടകരമായ വാഹനം ഉപയോഗിക്കുക, മോട്ടോർ വാഹന നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം ബ്ലോഗർമാരുടെ നടപടികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും കർശനമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സഞ്ജു TS എന്ന ബ്ലോഗർ തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകളെല്ലാം പരിശോധിക്കുന്നതിന് ഒരു ടീമിനെ ഞാൻ നിയമിച്ച് ആ ടീം ഈ പറയുന്ന എല്ലാ വീഡിയോസും തന്നെ പരിശോധിച്ചു. പല വീഡിയോസിലും ഏതാണ്ട് 10-12ഓളം വീഡിയോസിൽ വളരെ ഗുരുതരമായ മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധിച്ചതിൽ നിന്ന് മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ നടത്തി ഇത്തരം ബ്ലോഗർമാർ നടപടി ഉണ്ടാവാതിരിക്കാൻ, ഇതുപോലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രീ സജു TSൻ്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രീ സജു TSന് കഴിയില്ല. മോട്ടോർ വാഹന നിയമം അനുസരിച്ച് സസ്പെൻഷനായാലും ലൈസൻസ് റദ്ദാക്കിയതായാലും അപ്പീലിനുള്ള പ്രൊവിഷനുണ്ട്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തിരുവനന്തപുരം അദ്ദേഹത്തിന് അപ്പീൽ 30 ദിവസത്തിനുള്ളിൽ നൽകാവുന്നതാണ്. കർശന നടപടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷയാണ് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുക എന്നുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു. മൊമന്റോയ്ക്കൊപ്പം മിനിമം ഒരു പൊന്നാള കൂടി വേണമല്ലോ എന്നോർത്ത MVD സഞ്ജു മോനെയും കൂട്ടുകാരെയും മലപ്പുറത്തെ ദുർഗുണ പരിഹാര പാഠശാലയ്ക്ക് പകരമുള്ള കറക്ഷൻ സെന്ററിലേക്ക് അയച്ച് മര്യാദയുടെ ആദ്യ പാഠങ്ങൾ തല്ലിയും ചൊല്ലിയും പഠിപ്പിച്ചു.
ലേശം മര്യാദ കിട്ടിയതോടെ സഞ്ജു മോനെയും വിവേകശാലികളായ എന്നാൽ വിവരദോഷത്തിന് ഒരു കുറവുമില്ലാത്ത വണ്ടി കുളമാക്കി ഓടിച്ചിരുന്ന ഡ്രൈവർ ചേട്ടനെയും വണ്ടിക്കകത്തെ കുളത്തിൽ കാമുകിമാരെ പോലെ കുളിക്കാൻ കൂട്ടുകിടന്ന 2 ചേട്ടന്മാരെയും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ 15 ദിവസത്തെ സേവനത്തിനായി നിയോഗിച്ചു. അപ്പോഴാണ് മൊബൈലിന് പുറത്ത് ഇങ്ങനെയൊക്കെ ഒരു ലോകമുണ്ടെന്നും അവിടെ റോഡേ പോകുന്ന നിരപരാധികളായ പാവം പൊതുജനങ്ങളെ തന്നെപ്പോലുള്ള 17 ലക്ഷം ആരാധകരുള്ള സെലിബ്രിറ്റികൾ നടത്തുന്ന പട്ടി ഷോകളിൽ പരിക്കേറ്റ് വരുന്ന 100 കണക്കിന് രോഗികളെ ചികിത്സിക്കാറുണ്ടെന്നുമൊക്കെ പാവം ഗൈസിന് മനസ്സിലായത്. ഇപ്പൊ വന്ന മാനസാന്തരം കണ്ട പഴയ ആരാധകരൊക്കെ ഇട്ടിട്ട് പോവുമോ ഗൈസ് എന്നാണ് സഞ്ജുമോന്റെ പേടി. ഇവര് ചെയ്യണം പണിയെന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നുമില്ല. എനിക്ക് കണ്ടിട്ട് തന്നെ എന്റെ കിളി പോയി. അതേ തുടർന്ന് നമ്മളെ MBD പിടിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ശിക്ഷിക്കുകയും ചെയ്തായിരുന്നു. IDTR വിട്ട് അവിടെ ഒരു 3 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. സൂപ്പർ ക്ലാസ് ആയിരുന്നു. നല്ല ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാത്ത ഇൻഫർമേഷൻ വരെ കിട്ടി. ഓൾ താങ്ക്സ് ടു IDTR. നിങ്ങൾ എല്ലാവരും പറ്റുവാണെങ്കിൽ ഒരു ദിവസം പോകണം കേട്ടോ. സംഭവം അടിപൊളിയാണ്, നൈസ്. അപ്പൊ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അടിപൊളിയാണ്. ഇത് കൂടാണ്ട് RTOയും MBDയും നമ്മളോട് പറഞ്ഞായിരുന്നു നമ്മള് സോഷ്യൽ സർവീസ് ചെയ്യണം. മെഡിക്കൽ കോളേജ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയിട്ട് 15 ദിവസത്തെ സോഷ്യൽ സർവീസ് ചെയ്യണം, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിന്റെ പുറകെ നടക്കുമായിരുന്നു ഗൈസ്. അത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇന്ന് 3rd ഡേ ആയിരുന്നു എന്റെ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആയിരുന്നു വീഡിയോസും കാര്യങ്ങളൊന്നും വരാഞ്ഞ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളോട് ഓൾറെഡി പറഞ്ഞുണ്ട്, നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. RTO ആണെങ്കിലും ഹോസ്പിറ്റലിന്റെ സൂപ്രണ്ടിന്റെ ഭാഗത്താണെങ്കിലും നമ്മളോട് നേരത്തെ പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിന്റെ അകത്ത് കയറി വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അവിടെ വെച്ച് വീഡിയോ എടുക്കുകയോ ഒന്നും ചെയ്യരുത് എന്നൊക്കെ നമ്മളോട് പറഞ്ഞായിരുന്നു. ആ ഒരു ഡിസിഷനെ ഞാൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് എനിക്ക് നിങ്ങളോട് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ശരിയാത്തില്ല. എന്റെ ലൈഫിൽ ഞാൻ ആസ് എ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എന്റെ ലൈഫിൽ എന്ത് നടന്നാലും ഞാൻ പറയാറുണ്ട്. അപ്പൊ ഇതെന്തായാലും മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. കാരണം എനിക്ക് ഉണ്ടായ കുറെ തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ എന്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഞാൻ അവിടെ ചെന്ന് എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8 എടുപ്പിക്കാൻ മാത്രമല്ല 8ന്റെ പണി കൊടുക്കാനും ഏമാന്മാർക്ക് അറിയാമെന്ന് ടെക്കിക്ക് മനസ്സിലായി. ഒരാവേശത്തിന് അറിവില്ലായ്മ കൊണ്ട് പഞ്ചപാവമായ ഞാൻ ചെയ്തു പോയതാണെന്ന് കാല് പിടിച്ച് മാപ്പ് പറയാമെന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും നമ്മുടെ ഗതാഗത വകുപ്പ് വിട്ടില്ലെന്ന് മാത്രമല്ല ഗൈസിന്റെ ഇതിനു മുമ്പുള്ള വീഡിയോകളെല്ലാം അരിച്ചു പെറുക്കി പരിശോധിക്കാനും കേസ് ഒന്നുകൂടി ടൈറ്റാക്കാനും അതിലൂടെ ഇനി വരുന്ന തലമുറയ്ക്കും മര്യാദയുടെ റോഡ് നിയമങ്ങൾ പഠിപ്പിക്കാനും തന്നെയാണ് വകുപ്പിന്റെ തീരുമാനം. ആ തീരുമാനത്തിനൊപ്പം തന്നെയാണ് കേരളീയ സമൂഹവും. കാറിനുള്ളിൽ വെള്ളം നിറച്ച് റോഡിലൂടെ ഷോ നടത്തി ഓടിക്കുന്നതിനിടയിൽ കാറിന്റെ എല്ലാ ഭാഗത്തും വെള്ളം ലീക്ക് ചെയ്തിറങ്ങുകയും എയർ ബാഗ് വരെ പൊട്ടി പുറത്തു വരികയും ചെയ്തിരുന്നു. തലമുടി നാരിഴയ്ക്കാണ് വൻ ദുരന്തമൊഴിവായതെങ്കിലും ഇതുപോലുള്ള നാടിനാപത്തായ ദുരന്തന്മാരിനി റോഡിൽ ഇറങ്ങേണ്ടെന്ന തീരുമാനത്തിലാണ് വകുപ്പ്. നാടിനും നാട്ടുകാർക്കും ഭീഷണിയാകുന്ന ഇത്തരം ഗൈസിനെതിരെ അതിശക്ത നിലപാടെടുത്ത മോട്ടോർ വാഹന വകുപ്പും നീതിന്യായ വ്യവസ്ഥയ്ക്കും വകുപ്പും മന്ത്രിക്കും ഇരിക്കട്ടെ ഒരു കയ്യടി. ഇനി ഇത് കണ്ട് ഇതുപോലെ അനുകരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മുടെ അഭിനവ ഗൈസിനുള്ള ചെറിയൊരു മോട്ടിവേഷൻ കൂടി. 3 ദിവസം ഭയങ്കര വിഷമായിരുന്നു, അല്ലാതെ എന്തു പറയാ. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് MBD വന്ന ട്രെയിനിങ് ക്ലാസ്സിന് വേണ്ടിട്ട് എടപ്പാളിലോട്ട് അങ്ങ് പോകാൻ പോവാണ്. അപ്പൊ ഡാഡി കൂൾ. അപ്പൊ ഇനി 3 ദിവസം കഴിഞ്ഞ് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡാഡി. റൂൾസ് ആൻഡ് റെഗുലേഷൻ നല്ലോണം പഠിച്ചിട്ട് വരും. ഓക്കെ ചിണ്ട പോയിട്ട് വരാം കേട്ടാ. ഇന്നാത്താക്കല്ലോ. ഓക്കെ. മമ്മിക്ക് ഇവിടെ ഉണ്ടായിരുന്നു, ഞാനിത് പുറത്തു പോയത്. പിന്നെ എല്ലാ ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്. ബഹളമേ ബഹളമല്ല, എന്താണിത്? ചേച്ചി എവിടെ പോവാ? ഞാൻ ഒരു ട്രെയിനിങ്ങിന് പോവാണ്. മലപ്പുറത്താ? ശ്രദ്ധിച്ച് അവരുടെ ഇതൊക്കെ അനുസരിച്ച് തന്നെ ഇരുന്ന് 3 ദിവസം പങ്കെടുത്ത് വരിക. ഓക്കെ സെറ്റ്. ഓക്കെ സെറ്റ്. അപ്പൊ പോയിട്ട് വരാം മമ്മി. ഓക്കെ ഓക്കെ എവരിബഡി ബൈ ബൈ. ഇതുപോലാകണം വണ്ടി ഓടിക്കുന്ന എല്ലാ ഗൈസിന്റെയും മാതാപിതാക്കൾ. പക്ഷെ അത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ട് വരുമ്പോഴല്ല, വണ്ടിയും എടുത്ത് റോഡിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ ഉപദേശം കൊടുക്കേണ്ടതെന്ന് മാത്രം.